നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അന്ന് മുണ്ടക്കയത്ത് കേരളത്തിലെ പ്രമുഖ നാടക സമിതികളൊക്കെ നാടകം കളിക്കാൻ എത്താറുണ്ടായിരുന്നു. നാട്ടിലാകെ നോട്ടീസൊക്കെ വിതരണം ചെയ്താണ് ഇവരുടെ നാടകം കളി. ജോസ് പ്രകാശ്, അഗസ്റ്റിൻ ജോസഫ്, വൈക്കം വാസുദേവൻ നായർ, സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ തുടങ്ങി അക്കാലത്തെ നാടക പ്രതിഭകളൊക്കെ ഈ നാടകത്തിന്റെ ഭാഗമായിട്ട് അവിടേക്ക് എത്തും. ഈ നാടകമുള്ള ദിവസങ്ങളിൽ ആ നാട്ടിലാകെ ഒരു ഉത്സവാന്തരീക്ഷമാണ്. നാട്ടുകാരും നാടകത്തെ സ്നേഹിക്കുന്നവരൊക്കെ അവിടേക്ക് ഒഴുകിയെത്തും. അക്കൂട്ടത്തിൽ മുണ്ടക്കയത്ത് 35-ാം മൈലിൽ നിന്ന് എസ്റ്റേറ്റിലൂടെ 5 കിലോമീറ്ററിലധികം നടന്ന് ഒരാൾ സ്ഥിരമായിട്ട് നാടകം കാണാനെത്തും. അദ്ദേഹത്തിന്റെ പേര് TS കേശവൻ എന്നാണ്. നാടകത്തെയും സംഗീത കച്ചേരിയൊക്കെ അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരു കലാപ്രേമിയായിരുന്നു ഈ കേശവൻ. ഇദ്ദേഹം വരുമ്പോൾ 5 ബാറ്ററിയുടെ ഒരു ലൈറ്റും കയ്യിലെടുത്തിട്ടാണ് ഇദ്ദേഹം വരിക. തിരികെ പോകുമ്പോൾ ഇദ്ദേഹം മദ്യപിക്കും. അങ്ങനെ ആ ലഹരിയിൽ മിക്ക ദിവസങ്ങളിലും ഈ കയ്യിലുള്ള ഈ ലൈറ്റ് നിലത്ത് വീഴുക പതിവായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം നാടകം കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മകൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛൻ ഞാനും കൂടെ വരാം, ഈ ലൈറ്റ് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കേശവൻ അത് സമ്മതിച്ചു. കാരണം ഈ മകൻ കൂടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ലൈറ്റ് പിടിക്കാൻ ഒരാളായി. തനിക്ക് കൃത്യമായിട്ട് വീട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല ധാരണയിലാണ് കേശവൻ അത് സമ്മതിച്ചത്. പക്ഷെ മകൻ അച്ഛനെ സഹായിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല അങ്ങനെ ലൈറ്റ് പിടിക്കാമെന്ന് പറഞ്ഞത്. മകന് അച്ഛൻ്റെ കൂടെ പോയിട്ട് തനിക്കും നാടകം കാണാം എന്നുള്ളൊരു ആഗ്രഹം മകനുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മകനും നാടകം കാണാൻ പോയി. പിന്നീട് ഈ മകൻ വളർന്ന് വലുതായി നാടകത്തിലും സിനിമയിലൊക്കെ അഭിനയിച്ച് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മഹാനടനായി മാറി. ഇദ്ദേഹത്തിന്റെ പേര് തിലകൻ എന്നാണ്. തിലകൻ എന്ന സുരേന്ദ്രനാഥ തിലകൻ. എസ്റ്റേറ്റിൽ ഇടയ്ക്കിടെ ആളുകൾ കൂടി നടത്തിയിരുന്ന ചെറിയ ചെറിയ നാടകങ്ങളാണ് തിലകനിൽ നാടക കമ്പം ജനിപ്പിച്ചത്. തമിഴ് നാടക ശൈലിയിൽ ഡയലോഗ് പറയുന്ന അത്തരം നാടകങ്ങളിൽ രാജാവും മന്ത്രിയുമൊക്കെയാകും കഥാപാത്രങ്ങൾ. പെട്രോമാക്സ് വെളിച്ചത്തിലാണ് അന്ന് നാടകം അരങ്ങേറുക. ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കുറെ കാര്യങ്ങളാണ് നാടകം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തിലകൻ അച്ഛൻ്റെ കൂടെ പോയി കണ്ട നാടകങ്ങളൊക്കെ സാമൂഹിക നാടകങ്ങളായിരുന്നു. മൈക്കില്ലാത്തതിനാൽ നടീനടന്മാരൊക്കെ വളരെ ഉച്ചത്തിലാണ് ആ നാടകങ്ങളിൽ ഡയലോഗുകൾ പറഞ്ഞിരുന്നത്. അതിനാൽ ആ സംഭാഷണങ്ങൾക്കൊക്കെയും ഒരു ഏച്ചുകെട്ടലുണ്ടായിരുന്നു. ഇങ്ങനെ നാട്ടിലെ നാടകം കണ്ടു വളർന്ന തിലകൻ അത് പിന്നീട് സ്കൂളിലാണ് പ്രയോഗിച്ചത്. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡോക്ടറുടെയും കമ്പൗണ്ടറുടെയും ഭാഗം അവതരിപ്പിച്ചു നടത്തിയ മോണോ ആക്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പഠിത്തത്തിൽ പിന്നോക്കമായിരുന്ന തിലകൻ അങ്ങനെ അഭിനയത്തിലൂടെ മുന്നിലെത്തി. കോട്ടയം MD സെമിനാരിയിലായിരുന്നു 10-ാം ക്ലാസ്സിലെ പഠനം. ജോൺ എബ്രഹാം അന്ന് തിലകന്റെ ക്ലാസ്മേറ്റ് ആണ്. നിഷേധിയായ 2 പേർ ഒരുമിച്ചപ്പോൾ അവരുടെ പ്രവൃത്തികൾ ഗുണ്ടായിസമായി അധ്യാപകർ വിലയിരുത്തി. തിലകനെയും സംഘത്തെയും ഭയന്ന് അടുത്തുള്ള ട്രെയിനിങ് സ്കൂൾ എന്നും 5 മിനിറ്റ് നേരത്തെയാണ് വിട്ടിരുന്നത് എന്നും അക്കാലത്ത് കഥകളുണ്ടായി. പെൺകുട്ടികൾ വഴിവക്കിലൂടെ ഒതുങ്ങിപ്പോകുമ്പോൾ നെഞ്ചും വിരിച്ച് തിലകനും ജോൺ എബ്രഹാമും അവിടെയുണ്ടാകും. ഇങ്ങനെ സ്കൂളിന് പുറത്തും ക്ലാസ്സിൽ അധ്യാപകരോട് കയർത്തും അവർ ഉഴപ്പി നടന്നു. ആ സമയത്താണ് സ്കൂളിലെ ഇന്റർ ക്ലാസുകളുടെ കലാമത്സരങ്ങൾ നടന്നത്. നാടക മത്സരത്തിൽ പങ്കെടുക്കാൻ തിലകനും ജോൺ എബ്രഹാമും പേരുകൊടുത്തു. കോടിമതയിലെ ഒറ്റപ്പെട്ടൊരു വീട്ടിൽ വച്ചായിരുന്നു റിഹേഴ്സൽ. മുടിയനായ പുത്രൻ എന്ന ബൈബിൾ കഥയാണ് നാടകം. അതിലെ 2 മക്കളിൽ ഒന്ന് ജോൺ എബ്രഹാമും മറ്റേയാൾ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്ന മറ്റൊരു ജോണുമായിരുന്നു. അച്ഛൻ വേഷത്തിൽ തിലകനും. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വഴക്കു കൂടുമ്പോൾ അച്ഛൻ കയറി ചെല്ലണം. എന്താടാ ഇത്ര ബഹളം എന്ന് ചോദിക്കണം. അങ്ങനെ റിഹേഴ്സൽ തുടങ്ങി. കാണാൻ സുഹൃത്തുക്കളുമുണ്ട്. 2 മക്കളുടെയും വഴക്ക് തുടങ്ങിയപ്പോൾ തിലകൻ ഡയലോഗ് പറഞ്ഞു. എന്നാൽ ബഹളം എന്നതിന് പകരം ബളഹം എന്നാണ് തിലകന്റെ വായിൽ നിന്നും വന്നത്. ഇങ്ങനെ റിഹേഴ്സൽ സമയത്ത് പലതവണ തിലകൻ ബഹളം എന്നത് ബളഹം എന്ന് പറഞ്ഞപ്പോൾ കാണാനെത്തിയ കുട്ടികൾ കൂക്കിച്ചിരിച്ചു. അതോടെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിക്ക് കലിയിളകി. തിലകനോടും ജോൺ എബ്രഹാമിനോടും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അത് കേട്ടതും തിലകനിലെ നിഷേധി ഉണർന്നു. എന്തിനു പോകണം എന്ന് തിരിച്ചു ചോദിച്ചു. നിങ്ങൾക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല, അതിനാൽ ഇറങ്ങിപ്പോടാ എന്നായി ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി. അത് വാക്ക് തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങി. അടി തുടങ്ങിയപ്പോൾ തന്നെ റിഹേഴ്സൽ കാണാനെത്തിയവർ ഇടപെട്ടു. അങ്ങനെ ഇരുവരെയും സുഹൃത്തുക്കൾ പിടിച്ചുമാറ്റി. അതോടെ ഇന്റർ ക്ലാസ് മത്സരത്തിനുള്ള നാടകം കളി മുടങ്ങി. എന്നാൽ എങ്ങനെയെങ്കിലും നാടകം കളിച്ചേ തീരൂ എന്നായി തിലകൻ. ഒടുവിൽ ഒരു സുഹൃത്ത് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. അതിങ്ങനെയായിരുന്നു: നിലവിൽ നാടക മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതിനാൽ സമ്മാനദാനത്തിന് മുൻപ് പ്രദർശന നാടകമായി അവതരിപ്പിക്കാൻ പ്രധാന അധ്യാപകനിൽ നിന്നും അനുമതി വാങ്ങി. നിങ്ങൾക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല എന്ന ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയുടെ പരിഹാസത്തിന് മറുപടിയായാണ് തിലകൻ ആ അവസരത്തെ കണ്ടത്. അഭിനയം എന്താണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് പറ്റിയൊരു നാടകം കണ്ടെത്താനുള്ള അലച്ചിലായി.
ആ സമയത്താണ് പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച തോപ്പിൽ ബാസിയുടെ അളിയൻ വന്നത് നന്നായി എന്ന നാടകത്തെ പറ്റി അറിയുന്നത്. മുടിയനായ പുത്രൻ ബൈബിൾ നാടകമാണെങ്കിൽ അളിയൻ വന്നത് നന്നായി എന്നത് പച്ചയായ ജീവിതം കാണിക്കുന്നതായിരുന്നു. തിലകൻ ആ നാടകത്തിൽ അസാധ്യമായ പ്രകടനം കാഴ്ചവെച്ചു. സ്വന്തം വീട്ടിൽ നടക്കുന്ന സംഭവം എന്ന രീതിയിൽ ആളുകൾ നാടകം അക്ഷമരായി കണ്ടു. നാടകം തീർന്നതോടെ ഹെഡ് മാസ്റ്റർ അടക്കമുള്ളവർ തിലകനെയും സംഘത്തെയും അഭിനന്ദനം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് ക്രിസ്മസ് അവധിക്കാലത്ത് കോട്ടയത്ത് നിന്ന് വീട്ടിലേക്ക് പോകാൻ തിലകൻ സ്വരാജ് മോട്ടോഴ്സിൽ കയറി മുണ്ടക്കയത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു. ബസ് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡ് തിലകന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രാത്രി 10 മണിക്ക് നാഗമ്പടം മൈതാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മീറ്റിംഗിനോടനുബന്ധിച്ച് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം KPAC അവതരിപ്പിക്കുന്നു. രംഗത്ത് കാമ്പിശ്ശേരി കരുണാകരൻ, O മാധവൻ, സുലോചന തുടങ്ങി പ്രമുഖരെല്ലാം ഉണ്ട്. അങ്ങനെ നാടകം കാണണമെന്ന ആഗ്രഹത്തോടെ തിലകൻ ബസ്സിൽ നിന്നിറങ്ങാൻ തീരുമാനിച്ചു. മുണ്ടക്കയത്തേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ടില്ലാത്ത ഒരാൾക്ക് തന്റെ ടിക്കറ്റ് നൽകി പൈസ വാങ്ങി. തിലകൻ നേരെ പോയത് ജോൺ എബ്രഹാമിന്റെ വീട്ടിലേക്കാണ്. രാത്രിയിൽ രണ്ടുപേരും കൂടി നാഗമ്പടത്ത് ചെന്ന് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന നാടകം കണ്ടു. നാട്ടിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നാടകത്തിലൂടെ അറിഞ്ഞപ്പോൾ അത് തിലകന് പുതിയൊരു അനുഭവമായി. പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന പാട്ടുകൂടി കേട്ടതോടെ തിലകൻ എല്ലാം മറന്ന് നാടകത്തിൽ ലയിച്ചു. നാടകം കഴിഞ്ഞപ്പോൾ ജോൺ എബ്രഹാം വീട്ടിലേക്ക് തിരിച്ചുപോയി. തിലകന് പോകാൻ ഇനി മുണ്ടക്കയത്തേക്ക് വെളുപ്പിന് 5:45 ബസ്. അതുവരെ കടത്തിണ്ണയിലിരുന്ന് സമയം കളയണം. കയ്യിൽ 3 അണയാണുള്ളത്. ഒരു കാപ്പി കുടിച്ച് കാത്തിരിക്കുമ്പോൾ അതാ അടുത്തുള്ളൊരു ഹോട്ടലിന് സമീപത്ത് നിന്നും ഒരു പാട്ട് കേൾക്കുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിലെ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന പാട്ട്. കാപ്പി കുടിച്ചു കൊണ്ടിരുന്നവരെല്ലാം അങ്ങോട്ട് നീങ്ങി. അവർക്കൊപ്പം തിലകനും പോയി. വരാന്തയിൽ ഒരു താടിക്കാരൻ ഇരുന്ന് പാടുകയാണ്. എല്ലാവരും അത് ആസ്വദിച്ചു. പാട്ട് തീർന്നപ്പോൾ അതൊരിക്കൽ കൂടി പാടണമെന്നായി ആവശ്യം. താടിക്കാരൻ വിശന്നു തളർന്നിരുന്നു. അപ്പോഴേക്കും അയാൾ വീണ്ടും പാട്ട് പാടില്ലെന്ന് മനസ്സിലാക്കി എല്ലാവരും തിരികെ പോയി. വണ്ടിക്കൂലിക്ക് വച്ചിരുന്ന പണമെടുത്ത് തിലകൻ അയാൾക്ക് കാപ്പി വാങ്ങിക്കൊടുത്തു. അപ്പോഴേക്കും ബസ് എത്തി. തിലകൻ ബസ്സിൽ കയറി. ബസ് നീങ്ങുമ്പോൾ വീണ്ടും പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന പാട്ട് കേട്ടു. 2 കൊച്ചുകുട്ടികൾ വയറ്റത്തടിച്ച് പാടുകയാണ്. പാട്ട് കഴിഞ്ഞ് അവർ കയ്യിലെ പാട്ട നീട്ടി. അവർക്ക് നൽകാൻ തിലകന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അപ്പോഴും തിലകൻ ആലോചിക്കുകയായിരുന്നു, എവിടെ ചെന്നാലും ഈ പാട്ട് മാത്രം. എന്താണ് ഈ പാട്ടിന്റെ പ്രത്യേകത? അങ്ങനെ ആ പാട്ടിനെ കുറിച്ചും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന നാടകത്തെക്കുറിച്ചും ആ ബസ് യാത്രയിൽ തിലകൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ബസ് ദൈവസഹായം ഹോട്ടലിന് മുന്നിൽ നിർത്തി. യാത്രക്കാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വിശപ്പുണ്ടായെങ്കിലും കയ്യിൽ പണമില്ലാത്തതിനാൽ തിലകൻ ഹോട്ടലിൽ കയറിയില്ല. പക്ഷേ ഹോട്ടലിൽ നിന്ന് ഒരു പരിചയക്കാരൻ തിലകനെ വിളിച്ചു. ഭക്ഷണം വാങ്ങിത്തരാനായിരിക്കും അയാൾ വിളിച്ചത് എന്ന് വിചാരിച്ച് തിലകൻ വേഗത്തിൽ അവിടേക്ക് ചെന്നു. എന്നാൽ അയാൾ പങ്കുവച്ചത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന നാടകം നിരോധിച്ചിരിക്കുന്നു. തിലകന് അത് വിശ്വസിക്കാനായില്ല. നാടകം കണ്ട രാത്രി അവസാനിച്ചപ്പോഴേക്കും നാടകം നിരോധിച്ചിരിക്കുന്നു. പലതവണ ചിന്തിച്ചിട്ടും നാടകം നിരോധിച്ചത് എന്തിനെന്ന് തിലകന് മനസ്സിലായില്ല. നാഗമ്പടം മൈതാനത്ത് നിന്നും തലേന്ന് രാത്രി താൻ കണ്ട നാടകത്തിലെ രംഗങ്ങൾ വീണ്ടും തിലകൻ ഓർത്തു. നാടകത്തിന്റെ ഒടുവിൽ ജാഥയ്ക്ക് പോകാൻ ചെങ്കൊടിയുമായി മാല വരുമ്പോൾ അതിങ്ങു താമോളെ, അതെനിക്കൊന്ന് പിടിക്കണം, പൊക്കി പൊക്കി പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരമപിള്ള അത് വാങ്ങി ഉയർത്തിപ്പിടിക്കുമ്പോൾ സദസ്സൊന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചിരുന്നു. അതൊരു നാടകമായിരുന്നില്ലെന്നും നാടിന്റെ ജീവിതം കൺമുന്നിലൂടെ കടന്നുപോയതാണെന്നും തിലകൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നാടകം നിരോധിച്ചത്. KPACയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരുകൾ പടർത്തിയതെന്ന് അധികാരികൾ മനസ്സിലാക്കിയിരുന്നു.